നമുക്ക് ചിക്കൻ പരട്ടുണ്ടാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: കൊച്ചുള്ളിയുണ്ട്, സവാളയുണ്ട്, പച്ചമുളക്, തക്കാളിക്ക, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത്. ഇത്ര ആദ്യം നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. കടുകിടാം. നമുക്ക് ഉള്ളിയെല്ലാം കൂടെ വഴറ്റിയെടുക്കാം. സ്വല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, സ്വല്പം മസാല പൊടിച്ചത്. ഇത് ഇത്രയും ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ച് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തക്കാളിക്ക ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടണം. നമ്മൾ ചിക്കൻ അരമണിക്കൂർ മുമ്പ് സ്വല്പം മുളക് പൊടി, മസാലക്കൂട്ട്, ഉപ്പ് എല്ലാം കൂട്ട്, മഞ്ഞൾ പൊടി ഇതെല്ലാം കൂട്ടൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്കിതിനകത്തോട്ടിടാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കണം. നമുക്ക് അരപ്പ് ചേർക്കാം. എന്നാൽ സ്വല്പം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കാശ്മീരി ചില്ലി, അതുകൊണ്ട് നമുക്ക് വലിയ എരി വരത്തില്ല. മസാലക്കൂട്ട്, മല്ലിപ്പൊടി 2 സ്പൂണ്, മഞ്ഞൾ പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇച്ചിരി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അത് വഴറ്റിയെടുക്കാൻ. അന്നേരം ചിലപ്പം പരുവായേക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. വെള്ളം വലുതായിട്ട് ഒഴിക്കണ്ട, സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ എല്ലാം അരപ്പെല്ലാം അതിനകത്ത് പിടിക്കട്ടെ. വെള്ളം ഒഴിച്ചാൽ പരട്ട് ചിക്കൻ ആവത്തില്ല, ചിക്കൻ കറിയാവും. നമുക്കിങ്ങനെ അടിക്ക് പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ വീട്ടിൽ നിന്ന് ഇറച്ചിക്കകത്തുനിന്ന് സാധാരണ വെള്ളം ഇറങ്ങുമല്ലോ, അതുപോലെ അതിനകത്ത് ചെറിയ തീക്കകത്തിട്ട് എടുക്കണം. ഇത്ര നേരം നമ്മൾ നല്ല തീയായിട്ടിരുന്നത്. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ ഇച്ചിരി കുരുമുളക് ഇട്ട് വേവാനെ കൊണ്ട് സ്വല്പം വെള്ളം ഒഴിച്ച് അടച്ചു വെക്കാം. ഇനി ഒന്നുകൂടെ നമ്മളൊരു സാധനം ഇടാൻ മറന്നു പോയായിരുന്നു, കറിവേപ്പില. അതിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് കൂടുതൽ. നമ്മുടെ ചിക്കൻ പരട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് അത്താഴത്തിന് പൊറോട്ട, ഗോതമ്പിൻ്റെ പൊറോട്ട പോയപ്പം മേടിച്ചു. അങ്ങനെ ചിക്കൻ പരട്ടും പൊറോട്ടയും കഴിക്കാം നമുക്ക് അത്താഴത്തിന്.